തൃശൂർ കോർപ്പറേഷൻ കെട്ടിടത്തിലെ ഇരുമ്പ് മേൽക്കൂര റോഡിൽ പതിച്ചതിൽ UDF പ്രതിഷേധം. കോർപ്പറേഷൻ സെക്രട്ടറിയെ തടഞ്ഞുവെച്ചാണ് UDF കൗൺസിലർമാർ പ്രതിഷേധം നടത്തുന്നത്. സുരേഷ് സജി തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകാറുണ്ട്. സുരേഷ്, ഇന്നലെ വളരെ പാടുപെട്ടാണ് ആ കോർപ്പറേഷൻ കെട്ടിടത്തിന്റെ ആ മേൽക്കൂര തകർന്നു വീണത് ശരിയാക്കാനൊക്കെ ശ്രമങ്ങൾ നടന്നത്. ഇന്നിപ്പോൾ അതിൽ UDFന്റെ പ്രതിഷേധം നടക്കുകയാണല്ലോ. എന്താണ് മുദ്രാവാക്യം, മറ്റെന്തെല്ലാം വിവരങ്ങൾ? ഗോപികൃഷ്ണൻ, ഇന്നലെയാണ് ഈ കോർപ്പറേഷന്റെ കെട്ടിടത്തിലെ ഇരുമ്പ് മേൽക്കൂര റോഡിൽ പതിച്ചത്. 4000 കിലോയിലധികം ഭാരമുള്ള 1800 സ്ക്വയർ ഫീറ്റിലധികം വലിപ്പമുള്ള മേൽക്കൂരയാണ് തൃശ്ശൂരിലെ തിരക്കേറിയ റോഡിലേക്ക് പതിച്ചത്. വാഹനങ്ങളില്ലാത്തതുകൊണ്ട് തന്നെ മറ്റ് അപകടങ്ങൾ ഒഴിവാകുകയും ചെയ്തു. പക്ഷേ ഇതിൽ കോർപ്പറേഷന് ഗുരുതരമായ വീഴ്ചയുണ്ടെന്ന് ആരോപിച്ചുകൊണ്ടാണ് കോൺഗ്രസിന്റെ അടക്കം പ്രതിഷേധം നടക്കുന്നത്. നേരത്തെ തന്നെ ഈ മേൽക്കൂരയുടെ ഒരു തൂൺ തകർന്നിരുന്നതാണ്. അത് പൊതുജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാതിരിക്കുന്നതിന് വേണ്ടി ആ തൂൺ മുറിച്ചു മാറ്റിയ ശേഷം ആ മേൽക്കൂര അറ്റകുറ്റപ്പണി നടത്താതെ അതേ നിലയിൽ നിലനിർത്തുകയായിരുന്നു. ഇതിന്റെ ചിത്രങ്ങളടക്കം ഇന്നലെ നമ്മൾ തന്നെ പുറത്തുവിട്ടിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ കോർപ്പറേഷൻ സെക്രട്ടറി തടഞ്ഞു വെച്ചുകൊണ്ടുള്ള വലിയ പ്രതിഷേധത്തിലേക്ക് UDF കൗൺസിലർമാർ കടന്നിരിക്കുന്നത്. ഇന്ന് രാവിലെ DCC പ്രസിഡന്റ് അടക്കം കോർപ്പറേഷൻ മേയർക്കെതിരെ ആഞ്ഞടിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. എല്ലാം ദൈവത്തിന്റെ കൃപ എന്ന് പറഞ്ഞ മേയറുടെ പ്രസ്താവനയ്ക്കെതിരെയാണ് രംഗത്തെത്തിയത്. ജനങ്ങളെ വിധിക്ക് വിട്ടുകൊടുക്കുന്ന ഒരു സമീപനമാണ് തൃശൂർ കോർപ്പറേഷന്റെ ഭരണസമിതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായതെന്നുള്ളതാണ് UDF ആരോപിക്കുന്നത്. അതുകൂടി ഉയർത്തിക്കൊണ്ട് സെക്രട്ടറിയെ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. അതായത് ഇപ്പോൾ കാണുന്നത് കോൺഗ്രസിന്റെ കൗൺസിലറാണ് ഉയർത്തിക്കാട്ടുന്നത്. നേരത്തെ ഈ കോർപ്പറേഷൻ കെട്ടിടത്തിന് സുരക്ഷ അപകടാവസ്ഥയിലാണ് എന്ന് കാണിക്കുന്ന രേഖകളടക്കം ഉയർത്തിക്കാട്ടിക്കൊണ്ടുള്ള ഒരു പ്രതിഷേധമാണ് ഇപ്പോൾ കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും സെക്രട്ടറിയെ കോർപ്പറേഷന്റെ കൗൺസിൽ യോഗം നടക്കുന്ന ഹാളിനകത്താണ് ഇപ്പോൾ തടഞ്ഞു വെച്ചിരിക്കുന്നത്. വലിയ പോലീസ് സന്നാഹം ഇവിടെ നിലയുറപ്പിച്ചിട്ടുമുണ്ട്. ഏതെങ്കിലും തരത്തിലേക്ക് സമരം അക്രമാസക്തമായ സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ പോലീസ് ഇടപെടും. നിലവിൽ പോലീസ് സംയമനം പാലിച്ച് മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. എന്തായാലും സെക്രട്ടറിയെ തടഞ്ഞു വെച്ചുകൊണ്ടുള്ള ഒരു വലിയ പ്രതിഷേധത്തിലേക്ക് UDF കൗൺസിലർമാർ തൃശ്ശൂരിൽ നീങ്ങുകയാണ്.